ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ്. 2 മാസത്തിന് ശേഷിട്ട് നമ്മൾ നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ പെട്ടി പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സൗണ്ട് കേട്ട് പോയി നോക്കിയപ്പോൾ അടുത്തുള്ളവരൊക്കെ ഈ ദീപാവലിൻ്റെ പടക്കം പൂത്തിരിയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും കുറച്ച് നേരം കൂടി, പിന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് നമുക്ക് പോകേണ്ടതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ മീനും ഫ്ലവേഴ്സൊക്കെ നമ്മൾ പുറത്ത് തന്നെ വെച്ചിട്ടല്ല പോകുന്നത്. പിന്നെ തന്നെ നവാസ്ഖാൻ്റെ ഫ്രണ്ട് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ. അപ്പോൾ അവൻ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞു തരുന്നു കേട്ടോ. ബിടെക് ഇതാ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഈ ഒരു സ്ഥലത്ത് കേട്ടോ അവനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ വിധാനസൗധ കേട്ടോ. ഇത് അടിപൊളി ചെയ്തിട്ട് എന്തോ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അടിപൊളി എന്ന് കാണാൻ കേട്ടോ. ഇതിലാറ് ഡയറക്റ്റ് കാണാൻ ഇതിലാറ് ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. നമ്മളെ ബസ് 1 hour ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എമിനെയും കൊണ്ട് റിസ്ക് ആണ് പുറത്ത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ബേക്കറി കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഷവർമ്മ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി കേട്ടോ. നമ്മൾ കറക്റ്റ് പിന്നെ ഒരു 11:30 ആയപ്പോൾ നമ്മൾ ബസ്സും വന്ന് നമ്മൾ നേരെ നാട്ടിലെത്തി കേട്ടോ. പിന്നെ അതാ എമിൻ കുറേ നേരം എന്നെ നോക്കി നിൽക്കട്ടെ. ഞാൻ വാഷ്റൂമിൽ പോയിക്കുന്നു. അപ്പോൾ ഓന ഉറക്കപ്പിച്ചിൽ അങ്ങനെ നോക്കി നിൽക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നവാസ്ഖാൻ്റെ ഫ്രണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടോ നാട്ടിൽ നിന്ന്. അപ്പോൾ ഇതാ കഴിഞ്ഞ് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ പോവാണ് കേട്ടോ. നമ്മൾ നേരെ നവാസ്ഖാൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് ഒരു 1 hour അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് നമ്മൾ കാർ എടുത്തിട്ട് കാക്കൂൻ്റെ 2 കുട്ടികളെയും പിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താ അത്ര അർജൻറ്റ് എന്ന് ചോദിച്ചാൽ മെയിനായിട്ട് എൻ്റെ ബ്രദർ ജർമ്മനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഓനെ കാണാനാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ പെട്ടി പൊട്ടിക്കോളൂ. അപ്പോൾ അനിയനും ഒന്നും കൂടി അർജൻറ്റേക്കാരെ നമ്മൾ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര അർജൻറ്റ് കുട്ടി അവിടെ നിൽക്കാതെ വേഗം പോയതിട്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മാൻ്റെ വീട്ടിലത്തോരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലുള്ള അവസ്ഥ ടൈമിൽ ഇത് സൗണ്ട് കൂട്ടുക പിന്നെ സൗണ്ട് കുറക്കും, ഇതന്നെ പരിപാടി കേട്ടോ. അവസാനം നമ്മൾ വാണിയമ്പലം ഗേറ്റടവ് പോയിട്ട് കേട്ടോ. അപ്പോഴും ഇതന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി സൗണ്ട് കൂട്ടുമ്പോൾ എല്ലാവരും നോക്കൂല, നമ്മുടെ അടുത്ത് തന്നെ അല്ലേ കാരണം. പിന്നെ ഞാൻ അങ്ങനെ കുറച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഓൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക വെച്ചിട്ട് കുറേയൊക്കെ മിണ്ടാതെ ഇങ്ങനെ നിന്നു കേട്ടോ. ഓന് സൗണ്ട് കൂട്ടിയിട്ട് അങ്ങനെ ഡാൻസ് സൗണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിട്ട്. ഞാൻ ആദ്യം ഇതിന് വോയിസ് ഓവർ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ആ സോങ്ങിൻ്റെ ഇതുകൊണ്ട് ഇനിയിപ്പോൾ യൂട്യൂബ് ഇഷ്യൂ ആണ്ട് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതാ ഗേറ്റടവ് ഒരു 10 മിനിറ്റോളം 6 മിനിറ്റോളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയേ. പിന്നെ കുറേ നേരമായിട്ട് വെള്ളം ചോദിക്കുന്നു. അപ്പോൾ നവാസ്ക ഈ വീട്ടിൽ നിന്ന് വെള്ളം തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം മനസ്സിലായില്ല, പിന്നെ ഇങ്ങനെ മനസ്സിലായിട്ട് അപ്പോൾ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇതാ മച്ചു നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ. പിന്നെ എമി നേരെ പോയി കിടക്കിട്ടോ. കാരണം അവിടെയാണ് അവൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാർ കോഴി പിന്നെ വെല്ലിപ്പും അതുപോലെ തന്നെ ഇമ്മയൊക്കെ അവിടെ ഉള്ളത് കേട്ടോ. പിന്നെ അത് നമ്മളമ്മാൻ്റെ വീട്ടിലത്തോരൊക്കെ വന്നിട്ടുണ്ട്. അമ്മോനും ആൻറ്റിയും മേമയും ഇമ്മമ്മയൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇപ്പാൻ്റെ വീട്ടിലത്തോരും കസിൻസൊക്കെ വേണ്ടിയിട്ടൊന്നും ഒന്നും കൂടി ഓളിക്കാറ് കേട്ടോ. പിന്നെ അവർക്ക് ഓരോരോ ബിസി കാരണം ആരും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇത്ര വലിയ സംഭവമൊന്നുമല്ല, ഇതിങ്ങനെ ഇവർ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുക അങ്ങനെ സംഭവമാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതാ പെട്ടി പൊട്ടിക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇതാ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചോക്ലേറ്റ്സും പിന്നെ സൺസ്ക്രീന് ബോഡി ലോഷൻസ് അങ്ങനത്തെ സംഭവങ്ങളും പിന്നെ ഇതാ അവിടുത്തെ ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മേമാക്കും ഉമ്മാക്കും ഒരു 2 ബാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ചമ്മന്തി അച്ചാറും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു റിട്ടേൺ പോവുകയാണ് വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.